കൊച്ചിയിലെ തെരുവുകൾക്ക് രാത്രിയിലൊരു പ്രത്യേക മണമാണ്. ഉപ്പുകാറ്റിൻ്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കൂടെ ഏതോ ഒരു അദൃശ്യമായ സാന്നിധ്യത്തിൻ്റെ ഗന്ധം. മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും പഴയ കെട്ടിടങ്ങൾക്കിടയിൽ ആരുമില്ലാത്ത ഇടനാഴികളിൽ ഇന്നും ചിലർ ഒരു പുകച്ചുരുള് കാണാറുണ്ട്. ഒരു വില കൂടിയ സിഗരറ്റിൻ്റെ മണം. അത് കാപ്പിരി മുത്തപ്പനാണെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ഒരു കാലത്ത് അടിമയായി വന്ന് പിന്നീട് ഈ മണ്ണിൻ്റെ കാവൽ ദൈവമായി മാറിയ ഒരു ആഫ്രിക്കൻ സിദ്ധൻ്റെ കഥ കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. കഥ തുടങ്ങുന്നത് 1500-കളിലാണ്. പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തി തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തുടങ്ങിയ കാലം. ദൂരെയുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് അവർ കരുത്തുറ്റ മനുഷ്യരെ കപ്പലുകളിൽ കുത്തി നിറച്ചു കൊണ്ടുവന്നു. അവരെ കാപ്പിരികളെന്ന് വിളിച്ചു. കൊച്ചിയിലെ കോട്ടകൾ പണിയാനും ഭാരമേറിയ കല്ലുകൾ ചുമക്കാനും ആ മനുഷ്യരുടെ വിയർപ്പും ചോരയും ഈ മണ്ണിൽ വീണു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 1663-ൽ ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കാൻ വന്നപ്പോൾ പോർച്ചുഗീസുകാർക്ക് പിൻവാങ്ങേണ്ടി വന്നു. തങ്ങളുടെ വലിയ നിധികൾ കടത്തിക്കൊണ്ടുപോകാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. അവർ ആ സ്വർണവും വെള്ളിയും കോട്ടയ്ക്കുള്ളിലെ കുഴികളിൽ ഒളിപ്പിച്ചു. ആ നിധിക്ക് കാവൽ നിൽക്കാൻ തങ്ങളുടെ വിശ്വസ്തരായ ആഫ്രിക്കൻ അടിമകളെ അവർ തിരഞ്ഞെടുത്തു. പക്ഷെ അത് സ്നേഹം കൊണ്ടായിരുന്നില്ല, ക്രൂരമായ മന്ത്രവാദം കൊണ്ടായിരുന്നു. നിധി കുഴിച്ചിട്ട കുഴിയിൽ ആ പാവം കാപ്പിരികളെ ജീവനോടെ ഇരുത്തി പോർച്ചുഗീസുകാർ മൺമൂടി എന്നാണ് ഐതിഹ്യം. മരിക്കുമ്പോഴും ആ നിധി കാത്തു സൂക്ഷിക്കണമെന്ന ദുർമന്ത്രവാദം അവർക്ക് മേൽ പ്രയോഗിച്ചു. വർഷങ്ങൾ കടന്നുപോയി. പോർച്ചുഗീസുകാർ പോയി, ഡച്ചുകാരും ബ്രിട്ടീഷുകാരും വന്നു. പക്ഷേ ആ ചതിയുടെ കഥകൾ മട്ടാഞ്ചേരിയുടെ ചുവരുകളിൽ ശേഷിച്ചു. ക്രമേണ ആത്മാക്കൾ നാട്ടുകാർക്ക് ശല്യക്കാരല്ലാതായി. തങ്ങളെ ചതിച്ച് വെളുത്ത വർഗക്കാരോട് അവർക്ക് പകയുണ്ടായിരുന്നു. എന്നാൽ ഈ മണ്ണിന്റെ മക്കളെ അവർ ഉപദ്രവിച്ചില്ല. ജനങ്ങൾ ആ കാപ്പിരികളെ മുത്തപ്പൻ എന്ന് വിളിച്ചു. അവർക്കായി തറകൾ പണിതു. അങ്ങനെ അടിമത്തത്തിന്റെ കറുത്ത ഓർമ്മ ആരാധനയുടെ വെളിച്ചമായി മാറി. ഇവിടെ പൂജാരിമാരില്ല, മന്ത്രങ്ങളില്ല, ഉള്ളത് ആഴത്തിലുള്ള ബന്ധം മാത്രമാണ്. ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, ആഗ്രഹങ്ങൾ സാധിക്കാത്തപ്പോൾ കൊച്ചിക്കാർ മുത്തപ്പന്റെ അടുത്തെത്തും. ഒരു സുഹൃത്തിനോടെന്ന പോലെ പരാതികൾ പറയും. മുത്തപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട നേർച്ചകൾ കൗതുകകരമാണ്. മുന്തിയ ഇനം സിഗരറ്റും മദ്യവും. രാത്രിയിൽ ആ വഴി നടക്കുമ്പോൾ സിഗരറ്റിന്റെ മണം കേട്ടാൽ മുത്തപ്പൻ കൂടെയുണ്ടെന്ന് ഉറപ്പിക്കാമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് പോകുന്നവർക്ക് മുത്തപ്പൻ ഒരു കാവൽക്കാരനായി കൂടെ വരുമെന്നത്രേ. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ സുരക്ഷിതമായി തിരിച്ചെത്താൻ ഇന്നും മുത്തപ്പന്റെ അനുഗ്രഹം തേടുന്നു. കാപ്പിരിത്തറകൾ വെറുമൊരു ആരാധനാ സ്ഥലമല്ല, അത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതയുടെയും അടിമത്തത്തിന്റെയും തിരുശേഷിപ്പാണ്. ആഫ്രിക്കയിൽ നിന്ന് കൊച്ചിയിലെത്തി ഇവിടെ തന്നെ ലയിച്ചുപോയ ഒരു ജനതയുടെ ആത്മാംശമാണ്. ജാതിയും മതവും നോക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കൊച്ചിയുടെ മനസ്സ് തന്നെയാണ് ഈ കാപ്പിരിത്തറകളും കാണുന്നത്. ഒരിക്കൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവർ ഇന്ന് ഈ നഗരത്തിന്റെ കാവൽക്കാരാണ്. മട്ടാഞ്ചേരിയുടെ ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായം നമുക്ക് നൽകുന്നത് സ്നേഹത്തിന്റെയും നീതിയുടെയും ഒരു വലിയ പാഠമാണ്.